എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും മിക്കവാറും എല്ലാവർക്കും അറിയാവുന്നതായ ഫിഷ് കറിയുടെ റെസിപ്പിയാണ്. എന്നാൽ ഇത് ഞാൻ ഷെയർ ചെയ്യാൻ കാരണം കുറച്ച് യങ്സ്റ്റേഴ്സിൻ്റെ ആവശ്യപ്രകാരമാണ്. കാരണം രുചി ഒട്ടും കുറയാതെ എങ്ങനെ എളുപ്പത്തിൽ ഒരു മീൻ കറി തയ്യാറാക്കാം എന്നതാണ്. അപ്പോൾ ഈ മീൻ കറി തയ്യാറാക്കാനായിട്ട് ആദ്യം മീനൊക്കെ നല്ലതായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെക്കുക. 1 കിലോ സാൽമൺ മീനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീനും എടുക്കാം. അതിനുശേഷം ഒരു സ്റ്റീൽ പാനോ അല്ലെങ്കിൽ മൺചട്ടിയോ ഗ്യാസിൽ വെച്ച് ചൂടാക്കി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിനോടൊപ്പം തന്നെ 4 ചുവന്നുള്ളി അരിഞ്ഞിടുക. ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുറച്ച് സവോള ഇട്ടാലും മതി. അതിനുശേഷം 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടുക. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞിട്ടാലും മതി. ഈ കൂട്ട് ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരണം. ഇത് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ മുളക് പൊടി ഉപയോഗിക്കേണ്ടത്. ആ സമയം ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിക്കൊണ്ട് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവയിട്ട് ഇളക്കുക. നോർമൽ എരിവാണ് ഞാൻ ഉണ്ടാക്കുന്ന ഈ കറിക്ക്. എരിവിൻ്റെ അളവ് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. മഞ്ഞൾപ്പൊടിയോട് ഇട്ടതിന് ശേഷം 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ഇടാം. ഉലുവാപ്പൊടി ഇല്ലെങ്കിൽ കടുക് വറക്കുന്ന സമയത്ത് മുഴുവൻ ഉലുവ ഇട്ടാലും മതി. 1/4 ടീസ്പൂൺ ഉലുവ ഇട്ടാലും മതി. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ കായപ്പൊടി ഇടുക. കായപ്പൊടി നിർബന്ധമില്ല, ഓപ്ഷണലാണ്. എല്ലാം ഒന്ന് നന്നായി മൂത്ത് പച്ച മണം മാറുമ്പോൾ കറിവേപ്പിലയും കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പുളിയും ഇടുക. കുടംപുളി എന്ന് പറയുന്നതിന്. അപ്പം കറിവേപ്പിലയും ഇട്ടതിന് ശേഷം വേണം കുടംപുളി ഇടാനായിട്ട്. കുടംപുളിയുടെ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഇളക്കണം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇത് തിളപ്പിക്കണം. അങ്ങനെ അത് തിളച്ച് ഈ സമയത്ത് അരപ്പ് നന്നായിട്ട് ഇളക്കണം. എല്ലായിടത്തും ഒരുപോലെ ആകണം. അതുപോലെ 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഇളക്കുക. ഇളക്കിയതിന് ശേഷം അത് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇടുക. മീൻ കഷ്ണങ്ങൾ ഇട്ട് കഴിയുമ്പോൾ പെതിയെ വേണം ഇളക്കാനായിട്ട്. ഈ അരപ്പ് മീൻ കഷ്ണത്തിലെല്ലാം നന്നായി പിടിക്കുന്ന വിധം ചെറുതായിട്ട് ഇത് ഇളക്കുക. ചാറൊക്കെ കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. എന്നാൽ ഈ രീതിയിലാണെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ കിട്ടും. ഇങ്ങനെ ഇളക്കിയ ഈ കൂട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കണം. ആ സമയത്ത് ഉപ്പിൻ്റെയൊക്കെ അളവ് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. പിന്നെയും 2 മിനിറ്റ് കൂടി അടച്ചു വെച്ച് വേവിക്കണം. ആ സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാം. ഈ സമയത്ത് അതിൻ്റെ ചാറൊക്കെ ഒന്ന് വറ്റി എല്ലായിടത്തും ഇതിൻ്റെ അരപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി ഇവിടെ തയ്യാറായി. സാധാരണ ടെമ്പറേച്ചറുള്ള സ്ഥലങ്ങളിൽ ഒരു ദിവസം മീൻ കറി പുറത്ത് വെച്ചാൽ കുഴപ്പമില്ല. ഒരു ദിവസം കഴിയുമ്പോൾ മീൻ കറി കൂടുതൽ ടേസ്റ്റ് ഉള്ളതാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.